എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു ലഡുവാണ്. നമ്മളുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലഡുവാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാങ്ങയാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളമോ പാലോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ക്രീം പരുവത്തിൽ നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഈ നാളികേരം നമ്മളെ കയ്യിലില്ലെങ്കിൽ നമ്മൾ സാധാ നാളികേരം എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ബ്രൗൺ കളർ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ആ നാളികേരം നമുക്കിതിന് ഉപയോഗിക്കാം. ഇത് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ കളറ് മാറണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാങ്കോയുടെ പൾപ്പ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ നാളികേരും മാങ്ങയുടെ പേസ്റ്റും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. ഇപ്പം മാങ്ങയും നാളികേരമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ മാങ്ങയുടെ പൾപ്പ് ചേർക്കണില്ലേ, ആ സമയത്ത് തന്നെ ഈ പഞ്ചസാര പൊടിച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് എത്ര മധുരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ മാങ്ങയുടെ പൾപ്പും കണ്ടൻസ് മിൽക്കും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഈ വെള്ളം പോലെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ഈ ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിങ്ങനെ ഈ ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വരണം, പാകമാവണം. അതുവരെ നമുക്ക് ഇതിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടിയും നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ അടി പിടിച്ചിട്ട് പോവും. ഇപ്പോൾ ഇത് ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിൽ കുറച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടില്ലല്ലേ, അതുകൊണ്ട് ഇപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളയാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഞാൻ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിരിക്കും. അതിന് പകരം ഒരു 1/2 മണിക്കൂർ ഈ മിക്സ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി. അപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടും. നമ്മൾ ഏകദേശം മോത്തിച്ചൂർ ലഡു കഴിക്കുന്നില്ലേ, അതിൻ്റെ പരുവണ്ണ ഉണ്ടായിരിക്കുക. അല്ലാതെ നമ്മൾ മഞ്ഞ ലഡു കഴിക്കുന്ന പോലെ അത്രയും സ്ട്രോങ് ആയിട്ടൊന്നും ഈ ലഡു കിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മളിതിൽ പ്രത്യേകിച്ച് ഫുഡ് കളറോ അങ്ങനെ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഈ ലഡുവിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറുത്ത മുന്തിരി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ കഴിയാറായി. നിങ്ങൾക്ക് മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.